മേവും സുനുവേ നോക്കി നിന്നു നീ. കാൽവരി കുന്നിൻ ക്രൂശിൽ മേവും സുനുവേ നോക്കി നിന്നു നീ. പാപികൾക്കെല്ലാം മാപ്പേകാനായി സുനുവോടൊത്തു പ്രാർത്ഥിച്ചു. നമസ്കാരം. നല്ലിടയൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറുമുള്ളൂർ സെൻറ് മേരീസ് ഇടവക വികാരി ആൽബർട്ട് മാത്യു കുമ്പളോലിൽ അച്ഛനെയാണ്. അച്ഛ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ വിജയപുരം രൂപതാംഗമാണ്. എൻ്റെ ഇടവക ഹോളി ക്രോസ് ചർച്ച് മണ്ണക്കിനാടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ മാത്യു, അമ്മ ഫിലോമിന മാത്യു, സഹോദരനുണ്ടായിരുന്നു അനിൽ. ഇത്രയായിരുന്നു എൻ്റെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ. അച്ഛൻ്റെ ദൈവവിളിക്ക് കാരണമായ സംഭവങ്ങളെ പറ്റിയും സ്വാധീനിച്ച വ്യക്തികളെ പറ്റിയും പങ്കുവയ്ക്കാമോ? ഞാൻ ദേവാലയത്തിലെ അൾത്താരബാലനായിരുന്നു 10ാം ക്ലാസ് വരെ. എല്ലാ ദിവസവും ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒപ്പം വായനയ്ക്കൊക്കെ പങ്കുചേരുമായിരുന്നു. പിന്നെ എന്നെ ഒരുപാട് സ്വാധീനിച്ചും എൻ്റെ ഇടവകയിൽ നിന്നുള്ള വൈദികരൊക്കെ തന്നെയായിരുന്നു. രാജു അച്ഛൻ, പ്രത്യേകിച്ചും രാജു പ്ലാത്തോട്ടച്ഛൻ, എൻ്റെ സഹോദരിയായിരുന്ന സിസ്റ്റർ അംബിക, ഇവരുടെയൊക്കെ സ്വാധീനം ഒരുപാടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മിഷൻ ലീഗിൽ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചു. അതും ദൈവവിളിയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ കുടുംബത്തിലുള്ളവരൊക്കെയാണ് അതിന് സഹായമായിട്ട് നിന്നത്. പ്രത്യേകിച്ചും എൻ്റെ അമ്മയും എൻ്റെ ചാച്ചനുമൊക്കെയാണ് അതിനെ ഒരുപാട് പ്രോത്സാഹനം നൽകിയത്. അച്ഛൻ്റെ പഠനത്തെക്കുറിച്ച് പറയാമോ? ഞാൻ LP സ്കൂൾ പഠിച്ചത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ സ്കൂളിലായ സാന്താക്രൂസ് LP സ്കൂളിലാണ്. തുടർന്ന് 10ാം ക്ലാസ് വരെ, ഹൈസ്കൂൾ പഠനം വരെ കുറവലങ്ങാട് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി ചേർന്നു. അഭിവന്ധ്യ പീറ്റർ തുരുത്തിക്കോണം പിതാവിൻ്റെ സമയത്താണ് സെമിനാരി ചേരുന്നത്. സെമിനാരി ചേർന്നതിന് ശേഷം +2 പഠനം പൂർത്തീകരിച്ചത് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയത്തായിരുന്നു. പിന്നെ തുടർന്ന് ഡിഗ്രി പഠിച്ചത് CMS കോളേജ് കോട്ടയത്തായിരുന്നു. പിന്നെ മേജർ സെമിനാരി പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ആലുവ കാർമൽഗിരി സെമിനാരിലായിരുന്നു. എന്നാണ് അച്ഛന് വൈദിക പട്ടം ലഭിച്ചത്? 2013 ജനുവരി മാസം 2-ാം തീയതി എൻ്റെ സ്വന്തം ഇടവകയായ ഹോളി ക്രോസ് ഇടവക മണ്ണക്കിനാടിൽ വെച്ച് അഭിവന്ധ്യ സെബാസ്റ്റ്യൻ തെക്കത്തിശ്ശേരി പിതാവിൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴിയാണ് എനിക്ക് പൗരോഹിത്യം ലഭിച്ചത്. പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞുള്ള അച്ഛൻ്റെ സേവന മേഖലകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ച ഉടനെ ഞാൻ സേവനം അനുഷ്ഠിച്ചത് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടായിരുന്നു. തുടർന്ന് 100% ആളുകൾ തമിഴ് ഭാഷ സംസാരിക്കുന്ന എല്ലപ്പെട്ടി സെൻറ് തെരേസസ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം വിമലഗിരി കത്തീഡ്രലിൽ അസോസിയേറ്റ് റക്ടറായിട്ട് സേവനം ചെയ്തു. തുടർന്ന് നമ്മുടെ രൂപതയുടെ മൈനർ സെമിനാരിയായ സാവിയോ മൈനർ സെമിനാരി റക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് വിദേശത്ത് പഠനത്തിന് പോവുകയും അവിടെ സാന്താ മരിയ ദെല്ലെ കാർച്ചറി എന്ന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു. തുടർന്ന് വന്ന് എരുമേലിക്കടുത്തുള്ള പ്രപ്പോസ് ദേവാലയത്തിൽ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ഇവിടെ കുറുമുള്ളൂർ സെൻറ് മേരീസ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. വിദേശത്ത് അച്ഛൻ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് പഠിച്ചത്? വിഷയം എന്തായിരുന്നു? ഞാൻ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച വിഷയം ആന്ത്രോപോളജി ആയിരുന്നു. ഇപ്പോൾ സേവനം ചെയ്യുന്ന ഈ ദേവാലയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാമോ? ഞാൻ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് കുറുമുള്ളൂർ സെൻറ് മേരീസ് ഇടവകയാണ്. ഇത് പാറേപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ 188ഓളം കുടുംബങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗം. ദേവാലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് വിശ്വാസത്തിലൊക്കെ വളരുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമുള്ളത്. ഈ ദേവാലയം ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു ദേവാലയമാണ്. വ്യാകുല അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവിധ രൂപതകളിലുള്ള ആളുകൾ സംഗമിക്കുന്ന ഒരിടമാണ്. കോട്ടയം
ക്നാനായ കത്തോലിക്ക അതിരൂപതയിലെ അംഗങ്ങൾ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗങ്ങൾ, പാലാ രൂപതയിലെ അംഗങ്ങൾ, ഒപ്പം തന്നെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധിയുടെയും ഒപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ദേവാലയം. ഇവിടുത്തെ തിരുനാൾ ഡിസംബർ മാസം 10 ദിവസങ്ങളാണ്. ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ആദരവോടെയും ഏറ്റവും ഭക്തിയോടെയും ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കുമൊക്കെ പോയ ആളുകളും ഒപ്പം തന്നെ ഈ നാട്ടിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോയ ആളുകളൊക്കെ വന്ന് സംഗമിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം നേടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരിടമാണ് ഈ പാറേപ്പള്ളി ഇടവക. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകൾ ഏതൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ച 100% ആളുകൾ തമിഴ് സംസാരിക്കുന്ന എല്ലപ്പെട്ടി സെൻറ്റ് തെരേസസ് ഇടവകയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിലിപ്പോഴും ഓർമ്മകൾ തെളിഞ്ഞു നിൽക്കുന്നത്. അവിടെ ദേവാലയത്തിൻ്റെ പരിസരവും ഭാഗങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാനായിട്ട് സാധിച്ചു ദൈവാനുഗ്രഹത്താൽ. കാരണം ആ മേഖലയിൽ ധാരാളം ആളുകൾ മൂന്നാർ മേഖല കാണാനൊക്കെ വരുമ്പോൾ നമ്മുടെ ദേവാലയവും പരിസരവും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിച്ചു. അങ്ങനെ ആ ദേവാലയവും പരിസരമൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പോൾ അവർ സൂക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ജനം. അതുപോലെ തന്നെ ആ ഇടവകയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ധാരാളം ആളുകൾ തേയിലത്തോട്ടത്തിൽ സാധാരണമായിട്ട് ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്, നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. അപ്പോൾ തന്നെ അവിടുത്തെ ആളുകളൊക്കെ കുറേയധികം ചെന്നപ്പോഴൊക്കെ കാണാൻ സാധിച്ചത് ഈ കൗദാശികപരമായ ജീവിതം നയിക്കാതെ, വിവാഹം കഴിക്കാതെയോ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കാതെയോ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെയൊക്കെ നിൽക്കുന്ന കുറേയധികം ആളുകളെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അവരെല്ലാം കൂട്ടി ഒരു മാസത്തോളം അവർക്ക് പരിശീലനങ്ങളൊക്കെ നൽകി ഏകദേശം അവരെല്ലാം ചേർത്ത് നമ്മുടെ അന്നത്തെ ചാൻസലറായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജോൺ മേരി മംഗലാച്ചൻ ആ ശുശ്രൂഷ നിർവഹിച്ചു. അത് കുണ്ടള ദേവാലയത്തിൽ വെച്ചായിരുന്നു അത് നടത്തിയത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടും എന്നും ഓർക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചത് എരുമേലി പ്രപ്പോസ് ദേവാലയത്തിലായിരുന്നു, സെൻറ്റ് ജോസഫ് ഇടവകയിലായിരുന്നു. അവിടെ ആ പരിസരമൊക്കെ ഒന്ന് ഏറ്റവും മനോഹരമാക്കാനായിട്ടാണ് അതിശ്രമിച്ചത്. കാരണം ഒരു ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ പരിസരവും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവികമായ ചൈതന്യം ഞാൻ വിശ്വസിക്കുന്നത് കുടികൊള്ളുന്നതും ആ ദേവാലയത്തിൻ്റെ പരിസരങ്ങളൊക്കെയാണ്. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു അന്തരീക്ഷം വിശ്വാസികൾക്ക് നൽകുക എന്നത് ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ കടമയായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്. ഒരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു. തുടർന്ന് ഈ ദേവാലയത്തിലെത്തി. ഈ ദേവാലയത്തിൻ്റെ പരിസരവും പ്രദേശങ്ങളാണ് ആദ്യം തന്നെ ഒന്ന് നന്നാക്കാനായിട്ട് ശ്രമിച്ചതും. അത് ഒരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലൂടെ കടന്നു വരുന്ന മനുഷ്യർക്ക് ആ ഒരു അനുഗ്രഹം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലാമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് ആ ഒരു ഭാഗങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. തുടർന്ന് ഈ ദേവാലയത്തിൽ കുടുംബ സന്ദർശനത്തിലൊക്കെ പലപ്പോഴും പല ആളുകളും കുദാശപരമായ ജീവിതം നയിക്കാതെ, വിവാഹം എന്ന കുദാശ സ്വീകരിക്കാതെ, വിശുദ്ധ കുർബാന എന്ന കുദാശ സ്വീകരിക്കാതെ, ഒപ്പം തന്നെ മാമോദീസ എന്ന കുദാശ സ്വീകരിക്കാതെ കുറേയധികം ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം 1 മാസത്തെ പരിശീലനമൊക്കെ നൽകി അവരെയൊക്കെ ഒരു നാൾ അവരെല്ലാം വിളിച്ചു കൂട്ടി നമ്മുടെ രൂപതയുടെ ഇപ്പോഴത്തെ രൂപത മോഡറേറ്ററായ ബഹുമാനപ്പെട്ട അജി കാക്രാൻജിയിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ഈ മേഖലയിലെ പട്ടിത്താനം മേഖലയിലെ വൈദികരെല്ലാം ചേർന്ന് ഒരു ദിവസം അവർക്ക് ആ കുദാശ സ്വീകരണം നൽകുകയൊക്കെ ചെയ്തു. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുകയും എനിക്ക് സന്തോഷം നൽകുന്ന ദിവസങ്ങളായിട്ടൊക്കെ തന്നെ ഞാൻ ഓർമ്മയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ വൈദികനാകാൻ തീരുമാനിച്ചത്? അച്ഛൻ്റെ ഈ വൈദിക ജീവിതത്തിൽ അച്ഛൻ സന്തോഷവാനാണോ? ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 12 വർഷങ്ങളായി. 12 വർഷവും ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അതീവ സന്തോഷവാനാണ്. ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപകളും നിറഞ്ഞ 12 വർഷം തന്നെയായിരുന്നു. ഞാനൊരു വൈദികനാകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഈ പൗരോഹിത്യത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, പൗരോഹിത്യത്തെ ഇഷ്ടപ്പെടുന്നു. അതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അച്ഛാ, എന്തൊക്കെ മിനിസ്ട്രികൾ ഇപ്പോൾ ഇടവകയിലും രൂപതയിലുമായി ചെയ്യുന്നുണ്ട്? ഈ ഇടവകയുടെ വളർച്ചയുടെ നാഴികക്കല്ലായി അഭിവന്ധ്യ സെബാസ്റ്റ്യൻ പിതാവിൻ്റെയും അഭിവന്ധ്യ ജസ്റ്റിൻ പിതാവിൻ്റെയൊക്കെ സ്വപ്ന പദ്ധതിയായ ഭിന്നശേഷിയെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായിട്ടുള്ള ഒരു സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കാനും ഏകോപിപ്പിക്കാനും ആ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുവാനും
2025 ജൂലൈ മാസം മുതൽ CTC സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. സിസ്റ്റർമാരായ സിസ്റ്റർ ഐറോസ്, സിസ്റ്റർ സിൽവിയ, സിസ്റ്റർ റെജിൻ മേരി ഇവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. അവരിപ്പോൾ ഇവിടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുകയും ഇടവകക്കാരോടും ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരോടും നല്ലൊരു ആത്മീയവും ഒക്കെയായിട്ട് ബന്ധം പുലർത്തി ഈ ഇടവകയിൽ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുരോഹിതൻ എന്ന നിലയിൽ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ വചനം കൂടുതൽ പഠിക്കാനും ഒപ്പം തന്നെ ദൈവവചനം കൂടുതൽ പ്രഘോഷിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയൊക്കെ എല്ലാവരോടും പ്രഘോഷിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് ഞാൻ കരുതുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഈ ഒരു ആഗ്രഹമാണ്. ഇത്രയും സമയം ഞങ്ങളോടൊത്തായിരുന്നതിന് അച്ഛന് ഒത്തിരി നന്ദി. ഒത്തിരി നന്ദി. വിഷൻ 2040ക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഒരുപാട് നന്ദിയും സ്നേഹത്തോടെ നേരുന്നു.